ഹലോ, നമ്മൾ വിചാരിക്കും പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഒന്ന് മാറി മറിഞ്ഞൊക്കെ വരുമല്ലേ. അപ്പോൾ കാര്യം എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ കണ്ടിട്ട് 2-3 ദിവസമായില്ലേ. ഞാൻ ഏകദേശം 3 ദിവസം കൂടുതലായി പ്രോപ്പറായിട്ടൊരു വീഡിയോ ഇട്ടിട്ട്. മനഃപൂർവ്വമല്ല, കുറച്ച് ശാരീരികമായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം അത് ചെറുതായിട്ടൊന്ന് മനസ്സിനും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ ഇരുന്ന് മടിയായി മാറി, ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡില്ലാണ്ടായി. അപ്പം ചെറുതായിട്ടൊന്ന് ഉൾവലിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നെല്ലാം ഓക്കെ ആയി വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ റംസാനെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് രാവിലത്തെ മോർണിംഗ് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. അപ്പോൾ ഇന്ന് റംസാന് സ്കൂളിൽ പോകണം. അപ്പം നമുക്ക് രാവിലെ എണീറ്റ് ഇന്ന് കുറച്ചുകൂടെ നേരത്തെ എണീറ്റാലേ, എന്നും എണീക്കുന്ന കാര്യം കുറച്ചുകൂടെ നേരത്തെ എണീറ്റാലേ ഇന്നത്തെ ഈ പണികളൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവിൽ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒന്ന് വെറൈറ്റി ആക്കണമെന്ന് വിചാരിച്ച് നല്ലൊരു വെറൈറ്റി സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും നല്ലൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും വിപരീതമായിട്ടാണ് നടന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ല വിഷമവും സങ്കടമുണ്ട് ഇത് കാണുമ്പോൾ. എൻ്റെ കുഞ്ഞിന് ഇത് എങ്ങനെ കഴിക്കുമെന്നും എനിക്കറിയത്തില്ല. ഒരു അബദ്ധം എനിക്ക് മണ്ടത്തരായിപ്പോയി. ഇങ്ങനെ ആരും കാണിക്കത്തില്ല. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നിയെന്നും എനിക്കറിയത്തില്ല. ഏതോ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ എൻ്റെ പിഴ, എൻ്റെ മാത്രം പിഴ. പക്ഷേ ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തായാലും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയല്ലേ എൻ്റെ കുഞ്ഞിന് ഇത് ഇങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോലും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്താണ് ഞാൻ ഉണ്ടാക്കിയെന്നതൊക്കെ ലോങ് വീഡിയോയിലുണ്ട്. എല്ലാവരും ലോങ് വീഡിയോ കയറി കാണുക. മുന്നേ ഞാൻ റംസാനൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് കാപ്പി ഉണ്ടാക്കി. കാപ്പി അപ്പമാണ്. അപ്പം ഉമ്മ റംസാനും ഉമ്മാക്കും വേണ്ടിയിട്ട് ചുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 അപ്പം, ഇതാങ്കൂട്ടൻ ഒരപ്പം. എനിക്ക് കാപ്പി ഒരൈറ്റം ഇത്തിരി ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങളും ചുട്ടെടുത്തിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കറി ചോറിന് റംസാൻ കൊടുത്തു വിട്ടതിൽ ഉള്ള കറി തന്നെ എടുത്ത് അപ്പം കഴിച്ചു. പിന്നെ കഴിക്കാൻ വേണ്ടി എടുത്തു. പിന്നെ കുറച്ചധികം പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. എന്നിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പക്ഷേ കറി ഞാൻ ഇന്നുണ്ടാക്കിയത് കൊള്ളാം കേട്ടോ. പക്ഷേ എങ്കിൽ ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ടേസ്റ്റും തന്നെ ഇല്ല. അപ്പോൾ എന്താണ് അബദ്ധം പറ്റിയതെന്ന്, എന്താണ് ഉണ്ടാക്കിയതെന്നൊക്കെ എല്ലാവരും ലോങ് വീഡിയോ കണ്ടുള്ളൂ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ.